ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തില് ഇങ്ങനെ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ എന്തിനോട് കളയുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ അച്ഛനോട് ഞാൻ ഇക്കാര്യം സംസാരിക്കാം. ഗർഭിണിയായിരിക്കുമ്പോ നടത്തേണ്ട ചടങ്ങല്ലേ അത്? ഏട്ടത്തി, നമ്മള് മുൻകൈ എടുത്ത് തന്നെ ആ ചടങ്ങ് നടത്തണം. കാര്യം പറഞ്ഞ അങ്കിളിന് മനസ്സിലാവില്ലേ? ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് എങ്ങനെ പറയുന്നുള്ളതാ എന്റെ പേടി. ആരെ പേടിക്കാൻ? എടോ, തന്റെ അച്ഛനും അമ്മയും ഈ ചടങ്ങ് നടന്നു കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സച്ചേട്ടന് ആഗ്രഹമില്ലേ? പിന്നില്ലാതെ. ആ, എന്റെ ഭാര്യയുടെ വളകാപ്പ് ചടങ്ങ് നടത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെയാണ്. ജീവിതത്തിൽ ആദ്യം ജനിക്കുന്ന കുഞ്ഞിന് വേണ്ട ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെയല്ലേ മുൻകൈ എടുക്കേണ്ടത്. സച്ചേട്ടാ, ഈ ചടങ്ങ് നടന്നില്ലെങ്കിലും വേണ്ടില്ല. നെല്ലിശ്ശേരിയിലും വൃന്ദാവനത്തിലും എല്ലാവർക്കും സമാധാനം ഒന്ന് കിട്ടിയാൽ മതി. ഇപ്പൊ സമാധാനത്തിന് എന്തോ കുഴപ്പം? പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? എടോ, നെഗറ്റീവായി സംഭവിച്ചതെല്ലാം മറക്കുക. എന്നിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞും ആ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന താനുവാ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത്. അതൊക്കെ സമ്മതിച്ചു സച്ചേട്ടാ. പക്ഷേ ഈ ബഹളത്തിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞിന്റെ ചടങ്ങ് നടത്തണം. ആ ഗുണ്ടകൾ വന്നുണ്ടാക്കിയ പ്രശ്നം കാരണം എല്ലാവരുടെ മനസ്സിൽ നമ്മളോട് കുറച്ച് ദേഷ്യവും അകൽച്ചയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും എന്നോട്. അതൊന്നും ഈ ചടങ്ങിനെ ബാധിക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞിനോട് നമുക്കൊരു കടമയില്ലേ? സച്ചേട്ടൻ പറഞ്ഞതാ ശരി. അർച്ചനേട്ടത്തിയുടെ സന്തോഷം നോക്കേണ്ടത് സച്ചേട്ടന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നാ എനിക്കും പറയാനുള്ളത്. ഉടനെ തന്നെ അങ്കിളിനോട് ഈ കാര്യം പറയണം. അധികം താമസിയാതെ ചടങ്ങ് ഗംഭീരമായി നടത്തുകയും വേണം. നെല്ലിശ്ശേരിയില് പുതിയ സന്തോഷങ്ങൾ വരട്ടെ. ആ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാനും കൂടി ചെല്ലട്ടെ. എടോ, തന്റെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയാം. അവന്തികടത്തി പറഞ്ഞ കാര്യങ്ങള് താൻ തലക്കെറ്റി വെക്കണ്ട. അതൊക്കെ വിട്ടേക്ക്. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മളാ. അതില് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ദേ, ഇനിയിപ്പോ രാമായണ മാസം വരാൻ പോവില്ലേ? എവിടൊക്കെയോ ഈ വീട്ടില് കുറച്ച് നെഗറ്റീവ് എനർജി കടന്നുകൂടിയിട്ടുണ്ട്. തന്റെ രാമായണ പാരായണം കൊണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അച്ഛനോട് ഞാൻ വളകാപ്പ് ചടങ്ങിന്റെ കാര്യം ഒന്ന് സംസാരിക്കാം. അത് വേണോ സച്ചേട്ടാ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇനി ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തില് ഇങ്ങനെ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ എന്തിനോട് കളയുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ അച്ഛനോട് ഞാൻ ഇക്കാര്യം സംസാരിക്കാം. എടോ,